ഇപ്പോൾ മുടി അടക്കം മുറിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വരികയാണ്. എന്താ തോന്നുന്നു? ഇതിനപ്പുറം ഞങ്ങൾ എങ്ങനെ സർക്കാരിന് ഞങ്ങൾ സമ്പാദിച്ചു കൊടുത്തു? കേന്ദ്രത്തിൽ ചെന്ന് ഞങ്ങളെ പേരും പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കൊണ്ടുപോകും. ഞങ്ങൾ എൻ്റെ 18 വയസ്സ് മുതൽ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വന്ന എൻ്റെ ഇത്രയും ഞങ്ങളായിട്ട് ഇത്രയും നിസ്സാരം 232 രൂപ ഞങ്ങളതിൽ കൂടുതൽ ചോദിച്ച് 21,000 രൂപ ഞങ്ങൾ ഓണറേറിയം കൂട്ടിത്തരാൻ പറഞ്ഞു. 62 വയസ്സിൽ പറഞ്ഞു വിടുമ്പോൾ 5 ലക്ഷം രൂപ ചോദിച്ചു. അതിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഈ മഴയത്തും വെയിലത്തും ഞങ്ങളെ ഇട്ടിരിക്കുന്നു. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എത്ര വയസ്സുണ്ട്? എനിക്ക് 60 വയസ്സാകാൻ പോകുന്നു. ഈ മഴയത്തും വെയിലത്തും കൊണ്ടുവന്നിട്ട് ഈ പെരുമഴ സമയത്ത് ഞങ്ങൾ കെട്ടിയ ടാർപ്പ വരെ വലിച്ചു പൊട്ടിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ എന്താ സർക്കാരിന് ചെയ്തു കൊടുത്ത ദുഷ്ടത്തനം ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ മുഖേന ഡൽഹി ചെന്ന് 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നു. മാലാഖമാരെന്നും പറഞ്ഞു ഞങ്ങൾക്ക് തന്നു. ഇത്രയും ഞങ്ങളെ പേരിട്ടിട്ട് ഈ മാലാഖമാരെ ഈ വെയിലിൽ മഴയത്തും എല്ലായിരുത്തി ഇത് ദൈവം പോലും സഹിക്കാത്ത വേലയാണ്. ദൈവത്തിന് പോലും ക്ഷമിക്കാൻ പറ്റില്ല. ആ ദുഷ്ടത്തനമാണ് ഈ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ചല്ലിയടിച്ച് ജീവിച്ച ഞങ്ങളാ. പണ്ട് ചല്ലിയടിച്ച് കരിങ്കലപ്പാ. വിഷമിക്കണ്ട ദിവ്യ, അങ്ങേറ്റം വൈകാരികമായ കാഴ്ചകളാണ് ദിവ്യ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 ദിവസമായിട്ട് നമ്മൾ ഈ സമരം തുടങ്ങി അതിൻ്റെ ഏതാണ്ട് ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ ഇവിടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി വരുന്ന ആളുകളാണ്. പക്ഷേ ആ ദിവസത്തിലൊക്കെ തന്നെയും അവർ നമ്മളോട് സംസാരിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇതിപ്പോൾ പല മുഖങ്ങൾ, സമരത്തിന്റെ പല മുഖങ്ങൾ നമ്മൾ കണ്ടു. നിയമസഭാ മാർച്ച് കണ്ടു, സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടവർ ഇവിടെ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ സമരം ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം ഇവർ നിരാഹാര സമരത്തിലേക്ക് കടന്നു. ഇന്നിപ്പോൾ നിരാഹാര സമരത്തിന്റെ 12ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ 50 ദിവസം പിന്നിടുമ്പോഴും പല സമരത്തിന്റെ പല മുഖങ്ങൾ കണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സമരത്തിന്റെ പല മുഖങ്ങൾ കാണുമ്പോഴും സർക്കാർ ഈ സമരത്തോട് അങ്ങേറ്റം മുഖം തിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഓരോ സമര പരിപാടികളുമായി ഇവർ വരുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയ പുതിയ നിലപാടുകൾ വരുന്നു, പുതിയ ഓർഡറുകൾ വരുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സ്ത്രീകളല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊക്കോളും എന്നുണ്ടായിരുന്ന സർക്കാരിന്റെ ധാരണ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ 50 ദിവസമായിട്ട് വെയിലെന്നോ മഴയെന്നോ ഒന്നുമില്ലാതെ ഈ സ്ത്രീകൾ ഇവിടെ തന്നെ തുടരുന്നത് അത് അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ കാഴ്ച തന്നെയാണ് ദിവ്യ നമുക്ക് ഈ സമരവേദിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. കാരണം ഒരു 50 ദിവസം ഇവിടെ ഒരു ഈ ടാർപ്പ കെട്ടിയത് ഈ സമരത്തിന്റെ ഈ നിരാഹാര സമരം തുടങ്ങിയാണ്. അതിന് മുൻപ് വരെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ടാണ് ദിവ്യ ഇവർ ഈ വേദിയിൽ കഴിഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകളോടുള്ള സർക്കാരിന്റെ